जय बोलो भारत माता, जय जय युवा मोर्चा, जय जय युवा मोर्चा। കഴിഞ്ഞ ദിവസം പാലക്കാട് കാവിമുണ്ട് ധരിച്ചതിനാൽ പാവപ്പെട്ടൊരു സോദരനെ ക്രൂരമായി മർദ്ദിച്ച SDPI തെമ്മാടികളെ എന്താ ഇതെന്താ താലിബാനോ, ദൈവത്തിന്റെ സ്വന്തം നാട്ടെ SDPI പിടിച്ചുകെട്ടും, ജയ് ജയ് മോർച്ച, ജയ് ജയ് ഭാരത് മാത, പാവനമായൊരു ഭാരത നാട്ടെ വർഗീയതയുടെ വിത്ത് വിതയ്ക്ക് SDPI തെമ്മാടികളെ, SDPI പട്ടികളെ. കഴിഞ്ഞ ദിവസം പാലക്കാട് പാവപ്പെട്ടൊരു സോദരനെ കാവിമുണ്ട് ധരിച്ചതിനാൽ ക്രൂരമായി മർദ്ദിച്ച SDPI പട്ടികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. വെള്ളം കിട്ടാതാരുണ്ടാ റോഡ് ബ്ലോക്ക് ചെയ്യാതെ എല്ലാ പ്രവർത്തകരും യൂണിയനിലിരിക്കുന്ന കസേരയിലിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഭാരതീയ ജനതാ പാർട്ടി മാരാർജി അനുസ്മരണവും അനുബന്ധിച്ചുള്ള പുഷ്പാർച്ചനയുമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഭാരതീയ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാങ്കറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് BJP ജില്ലാ അധ്യക്ഷൻ രവീശ്വരൻ കുണ്ടാർജിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മാരാർജി അനുസ്മരണത്തോടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഒരു സംഭാഷണം നടത്തുന്നതാണ് അഡ്വക്കേറ്റ് UV കേശവൻ അവറുകളാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വേലായുധേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് M ബൽരാജ് അവറുകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് അവറുകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ പത്മനാഭൻ അവറുകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീമതി വിജി ബാബു അവരുടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഭാരതീയ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ ധനഞ്ജയൻ മധു അവരുടെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BJP ജില്ലാ സെക്രട്ടറി മധു എൻ അവരുടെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ജനകരാജ് അവരുടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് കാളിക്കടം അവരുടെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി വൈശാഖിനെ ക്ഷണിച്ചോളൂ. ആരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ശ്രീ രവീശ്വരൻ കുണ്ട, അതുപോലെ തന്നെ ഈ അനുസ്മരണ യോഗത്തിൽ പ്രഭാഷണം നടത്തുന്ന സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് AV കേശവൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വേലായുധൻ കൊടവലം, ജില്ലാ ഉപാധ്യക്ഷൻ M ബൽരാജ്, BJPയുടെ ആരാധ്യനായ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രശാന്ത്, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ പത്മനാഭൻ, വിജയജി, യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ധനഞ്ജയൻ മധു, മറ്റു പാർട്ടിയുടെയും മോർച്ചകളുടെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, സാദര നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിക്ക് വിത്തുപാകി നമുക്കെല്ലാം വഴികാട്ടിയും മാർഗനിർദ്ദേശവുമായി നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുള്ള സ്വർഗീയനായ മാരാർജിയുടെ അനുസ്മരണ ദിനമാണ് ഇന്നത്തെ പ്രത്യേക കാലത്ത്. മാരാർജിയെ പോലുള്ള ആദർശവാഹകരായ പൂർവ്വസൂരികൾ നമുക്ക് കാട്ടിക്കുന്ന വഴികൾ നാം ഓരോ പ്രവർത്തനങ്ങളും ഗൗരവത്തോടെ എടുത്ത് പാർട്ടിക്കായി കൊളുത്തിവെച്ച ആ ആദർശദീപം വാനോളം ഉയർത്തിക്കൊണ്ട് നമ്മുടെ പാർട്ടിയെയും സംഘടനയെയും ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള നാട്ടിൽ തീവ്രവാദി SDPI സുഡാപ്പികൾ അവരുടെ തീവ്രവാദം സ്വഭാവം കേരള നാട്ടിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ അവരുടെ മുമ്പിൽ മുട്ടുമടയ്ക്കാൻ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതിന്റെ 10 മടങ്ങ് അധികമായിട്ട് തന്നെ പ്രതിരോധിക്കുമെന്ന് യുവമോർച്ചയുടെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി
അതിനുമുണ്ടായി സ്വർഗീയനായ മാരാർജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയുണ്ട്. बोलो भारत माता के जय जय बीजेपी जय जय बीजेपी जय जय महाराजे जय जय महाराजे जय जय महाराजे जय जय महाराजे. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ സമാരാധ്യനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ റോയിസ് തന്ത്രിക്കുണ്ടാരെ ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതായി പാർട്ടി മണ്ഡലം അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് A.V. കേശവൻ അവരുടെ ക്ഷണിച്ച് സ്വീകരിക്കാൻ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യാനായി രവീശ തന്ത്രിക്കുണ്ടാരെ ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും കൂടി ആദർശമായ നേതാവ് ശ്രീ KG മാരാർജി അവരുടെ അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷൻ യുവമോർച്ച മണ്ഡല പ്രസിഡന്റ് ശ്രീ വൈശാഖ് മാവുങ്കാൽ, മാരാർജിയെ പറ്റി ആധികാരികമായി പറയാൻ അർഹനായ വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ അഡ്വക്കേറ്റ് A.V. കേശവൻജി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ A. വേലായുധൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ M. ബാലരാജ്, BJP കാഞ്ഞങ്ങാട് മണ്ഡല പ്രസിഡന്റ് ശ്രീ M. പ്രശാന്ത്, മണ്ഡല ജനറൽ സെക്രട്ടറി ശ്രീ P. പത്മനാഭൻ, ശ്രീമതി ബിജി ബാബു, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ ധനഞ്ജയൻ മധൂർ, BJP ജില്ലാ സെക്രട്ടറി ശ്രീ മധുയൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രേംരാജ് തുടങ്ങിയ എല്ലാ നേതാക്കളെ, സഹപ്രവർത്തകരെ, ബന്ധുജനങ്ങളെ എല്ലാവർക്കും സാദര നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടി, പല സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന പാർട്ടി, ലോകാരാധ്യനായ
ഒരു വ്യക്തിയെ ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിയായി നൽകിയ പാർട്ടി നരേന്ദ്രമോദിജി ഇവിടെയുള്ള എതിർകക്ഷികൾ രാഷ്ട്രീയമായി വിമർശിക്കുന്നുവെങ്കിലും ആ എതിർ പാർട്ടിയിലുള്ള ആൾക്കാർ കൂടി സമ്മതിക്കുന്ന ഒരു വിഷയം, ഇതുപോലെയുള്ള ഒരു ഭരണാധികാരി ഇതുവരെ ഈ രാജ്യത്തിന് കിട്ടിയിട്ടില്ല. അത് ഈ രാജ്യത്തിന് മാത്രം അല്ല, ലോകം മുഴുവനും കൂടി നരേന്ദ്രമോദിജിക്കുള്ള സ്വീകാര്യത അത് അറിയിപ്പിച്ചുകൊള്ളുന്നു. ആ പോലെയുള്ള വ്യക്തിത്വങ്ങളെ തയ്യാറാക്കി ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഭാരതീയ ജനതാ പാർട്ടി കേരള സംസ്ഥാനത്ത് ഏത് സമയത്തിലും കൂടി ഓർമ്മ വെക്കാവുന്ന വ്യക്തിത്വം ശ്രീ KG മാരാർജി. തന്റെ ജീവിതം തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച് ഓരോ പ്രവർത്തകനും കൂടി ആവേശം പകർന്നു കൊടുത്ത ആ നേതാവിന്റെ അനുസ്മരണ യോഗത്തിലാണ് നമ്മളെല്ലാവരും ചേർന്നിട്ടുള്ളത്. യുവമോർച്ച ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചത് കാവ്യടുത്തുള്ള ഒരു ജ്വാല സംസ്ഥാനത്തെ ഭരിക്കുന്നതായ സർക്കാരിന്റെ പിന്തുണയോടുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘ് പരിവാര സംഘടനയിലുള്ള അതുപോലെ BJPയിലുള്ള ഓരോ നേതാക്കളെ കൂടി സ്കെച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് SDPI പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ സംസ്ഥാനത്തുള്ള BJPയുടെയോ യുവമോർച്ചയുടെയോ സംഘപരിവാറിന്റെ ഒരു പ്രവർത്തകന് കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂല എന്നുള്ള നിലയിൽ ഓരോ പ്രവർത്തകനെ കൂടി കൊലക്കത്തിക്ക് ഈടാക്കുന്ന സമയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, സഹിക്കുന്നത് മാത്രമേ സഹിക്കും. അതിനപ്പുറത്ത് ആക്രമിക്കാൻ വന്നെങ്കിൽ ഈ കാവ്യപ്പടയിൽ കൂടി തെരുവിലിറങ്ങി പ്രതികാരം തീർക്കാൻ തുടങ്ങിയെങ്കിൽ അത് സഹിച്ചു നിൽക്കാൻ ഈ SDPIക്കാരനെ കഴിയൂല, പിന്തുണക്കുന്ന CPMനെ കഴിയൂല. പിണറായി ഇത് ഓർമ്മ വെക്കേണ്ട വിഷയമാണ്. രാഷ്ട്രീയമായിട്ട് കളിക്കുന്നതായെങ്കിൽ BJPക്ക് കളിക്കാം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സഹിതം ഈ സംസ്ഥാനത്തുള്ള എല്ലാ പ്രവർത്തകരും പോയി JP നഡ്ഡാജിയോ അമിത്ഷാജിയോ നരേന്ദ്രമോദിജിയോ കണ്ട് ഇതുപോലെ പാർട്ടിയുടെ പ്രവർത്തകരെ സ്കെച്ചിട്ട് കൊല്ലുന്നതായ SDPIക്ക് പിന്തുണക്കുന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഒരു നയാ പൈസ പോലും കേന്ദ്ര സർക്കാരിന് അനുവദിച്ചൂടാന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചു എന്നെങ്കിൽ ഒരു പക്ഷെ കേന്ദ്ര സർക്കാരിന് വരേണ്ടതായ ആനുകൂല്യങ്ങൾ വന്നില്ല എന്നെങ്കിൽ പിണറായി വിജയന് പിച്ചത്തട്ട് മേടിച്ച് ഈ തെരുവിലിറങ്ങേണ്ടി വരും. അത് ഓർമ്മ വെക്കണം. പക്ഷെ അങ്ങനെ പകരം വീട്ടുന്ന സംസ്കാരം BJPക്കില്ല. ഈ നാട്ടിലുള്ള പാവപ്പെട്ട ജനസമൂഹം, ഇതൊന്നും മനസ്സിലാവാത്ത ജനസമൂഹം, ദാരിദ്ര്യരേഖയിൽ ജീവിക്കുന്ന ജനസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി
ഒരു വരുമാനവും ഇല്ലാത്ത കേരള സർക്കാരിന് വേണ്ടി സഹായിക്കുന്നതിൽ BJP സന്തോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ പാലക്കാട് നടന്ന സംഭവം, ആ സംഭവത്തെ തുടർന്ന് കാസർഗോഡുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവികൾ കൂടി പറഞ്ഞു, BJPയുടെ പ്രവർത്തകർ കൂടി സൂക്ഷിച്ച് പോകണം. പാലക്കാടിന്റെ പോലെയുള്ള സംഭവം കാസർഗോഡിൽ കൂടി നടക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നല്ല ജാഗ്രതയോട് പ്രവർത്തിക്കണം എന്നുള്ള സൂചനയും കൂടി കൊടുത്തു. SDPIക്കാരന് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് 10 ആൾക്കാരെ ഒന്നിച്ച് നടന്ന് ശീലമില്ല. ഒരുപക്ഷെ സ്കെച്ചിട്ട് കൊല്ലുന്നെങ്കിൽ 1-2 നേതാക്കളെ കൊന്നുവെങ്കിൽ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ഇവിടെ ഒരു യൂത്ത് ടീമുണ്ട്. അതാണ് യുവമോർച്ച. യുവമോർച്ചയിൽ ഇന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള, പ്രവർത്തിക്കാൻ ശേഷിയുള്ള വേണ്ടത്ര പ്രവർത്തകരുണ്ട്. അവർ നാളെ നേതാക്കളായിട്ട് ഈ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസമുണ്ടായത് കൊണ്ട് വെല്ലുവിളിയാണ് SDPIക്കാരനെ. നിങ്ങൾക്ക് താക്കത്തുണ്ടെന്നെങ്കിൽ നിങ്ങൾ പാർട്ടിയുടെ പ്രവർത്തകരെ കാസർഗോഡ് ജില്ലയിൽ കൊന്നു നോക്കൂ. അതിനുള്ള മറുപടി എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പാർട്ടി പിന്നെ തീരുമാനിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബന്ധുജനങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. KG മാരാർജി പോലെയുള്ള ആണത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, തന്റെ സ്വന്തത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത രാഷ്ട്രീയ നേതാവ്, മഞ്ചേശ്വരത്തിലെ മുതിർന്ന ആൾക്കാർ ഇന്നും കൂടി പറയുന്നത് 1991 മഞ്ചേശ്വരത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായി KG മാരാർജി കാസർഗോഡിൽ വരുന്ന സമയത്ത് കുഞ്ചിലിട്ട ഒരു സഞ്ചിയില് 4 മുണ്ടും 4 ഷർട്ടും ഇട്ടാൽ വേറൊന്നും കൂടി കൊണ്ടുവന്ന ആളല്ല. ആ പോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് ആ ആദർശം ഞങ്ങൾക്ക് പകർത്തിയ മാരാർജിയുടെ അനുസ്മരണം ചെയ്യാൻ അർഹനായ വ്യക്തി കേശവൻജി, അവരെ ബന്ധു കൂടി, അവരെ പൂർണ്ണമായിട്ടുള്ള ജീവിതം പഠിച്ച കേശവജി ഇവിടെയുണ്ട്. മാരാർജിയുടെ അനുസ്മരണം ചെയ്യാൻ വേണ്ടിയിട്ട് AV കേശവൻജിനെ ഞാൻ വിനീതമായി സ്വാഗതിക്കുന്നു. ആരാധ്യനായ അധ്യക്ഷർ, സമാരാധ്യരായ ഈ സംഗമത്തിൻ്റെ വേദിയിൽ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും സാരഥികളെ, ഈ സംഗമത്തിലിവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഭാവി ഭാരതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാൻ കെൽപ്പുള്ള ഈ കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള സംഘപരിവാർ ഭാരതീയ ജനതാ പാർട്ടിയുടെയും യുവമോർച്ചയുടെയും കരുത്തരായ ക്രമധീരരായ പ്രവർത്തക സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന നല്ലവരായ പാർട്ടി പ്രവർത്തകരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, കൂടാതെ ഞാൻ ഒന്നുകൂടി ഓർക്കുന്നത്, ദൂരെ നിന്ന് നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും പ്രവർത്തകർ ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ, കാരണം എല്ലാവരും BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ഈ കാഞ്ഞങ്ങാടും വരികയാണ്. അപ്പോൾ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരക്കിലും മുക്കിലും നിന്ന് ഈ പരിപാടി കാണുന്നുണ്ടാവും. അവർക്കും അതുപോലെ ഈ രാഷ്ട്രവിപത്തിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന 5 നേരം നിസ്കരിക്കുന്ന ഇസ്ലാം സഹോദരന്മാരല്ല ഞാൻ പറഞ്ഞത്. വിഘടനവാദത്തിന് വേണ്ടി കോപ്പുകൂട്ടി ഇറങ്ങിയ SDPIയുടെ ഏതെങ്കിലും പ്രവർത്തകർ ഈ സമ്മേളനം കാണുകയും വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു നമസ്കാരം. 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അതികായനായ മാരാർജി. ആ മാരാർജിയെക്കുറിച്ച്
ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. എനിക്ക് വേദനയുണ്ട്. കാരണം മാരാർജിയെ കുറിച്ച് പറയുന്ന അതേ നാക്കുകൊണ്ട് തന്നെ ഈ മ്ലേച്ഛന്മാരെ കുറിച്ച് അല്പം പറയേണ്ടി വരുമല്ലോ എന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. എങ്കിലും അത് വേണ്ടിവരുമല്ലോ. മാരാർജി എന്ന് പറയുന്നത് കേരളത്തിലല്ല, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ജനസംഘത്തിന്റെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും, പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ സാധാരണ പ്രവർത്തകർ നെഞ്ചിലേറ്റിയ അതികായനായ മാരാർജി മരണപ്പെടുന്നത് 60ാമത്തെ വയസ്സിലാണ്. നാമൊക്കെ വേദനിച്ചത് അല്പം കൂടി നീണ്ടിരുന്നെങ്കിൽ. തന്റെ സഞ്ചിയും പുസ്തകവും ഒരു കാക്കി ട്രൗസറും എന്നും ആ സഞ്ചിയിലുണ്ടായിരുന്നു. എത്തിയ ശാഖയിൽ പ്രണാം ചെയ്യുക, പ്രാർത്ഥന ചൊല്ലുക, സ്വയം സേവകരുടെ കൂടെ ജീവിക്കുക. ഉമാനാഥ റാവുജി അടക്കമുള്ള കാഞ്ഞങ്ങാട് അധികായന്മാര് എപ്പോഴും പറയാറുണ്ട്, സാധാരണ പുൽപ്പായിൽ. കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് പനത്തടി എന്ന് പറയുന്ന സ്ഥലത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ പ്രായം ചെന്ന ഒരു വലിയ പ്രായമുള്ള ഒരു അപ്പൂപ്പൻ പറഞ്ഞു, പണ്ട് മാരാർജി ഈ കുടിലിൽ താമസിച്ചിരുന്നു, രാത്രിയിൽ പുൽപ്പായയിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിരുന്നു, ജീവിച്ചിരുന്നു, ഉറങ്ങിയിരുന്നു. മാരാർജി അഴിമതിരഹിതമായ ഒരു രാഷ്ട്രമാണ് സ്വപ്നം കണ്ടത്. പ്രവർത്തകരോടുള്ള ആത്മബന്ധം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, ഇതര പ്രസ്ഥാനങ്ങളിൽ എതിരാളികളില്ലാതിരുന്ന മാരാർജി. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, ഇവിടെ മാരാർജി മത്സരിച്ചിട്ടുണ്ട്. മാരാർജി മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോൾ ചെറിയ വോട്ടിനായിരുന്നു അന്ന് പരാജയപ്പെട്ടത്. അന്ന് മാരാർജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് പത്രപ്രവർത്തകര് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ കണ്ണൂരിൽ വെച്ച് പത്രക്കാര് ചോദിച്ചു, മാരാർജി എങ്ങനെയാ തോറ്റത്? അപ്പോൾ പറഞ്ഞു, എതിരാളിക്ക് അധികം വോട്ട് കിട്ടി, അതുകൊണ്ട് ഞാൻ തോറ്റുന്ന. പക്ഷേ ഭാരതം ഭരിക്കുന്ന ഒരു നാൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് അന്ന് മഞ്ചേശ്വരത്തെ പരാജയത്തിന് ശേഷം മാരാർജി കണ്ണൂരിൽ വെച്ച് പ്രവചിച്ചപ്പോ അത് യാഥാർത്ഥ്യമായി എന്നുള്ള സത്യമാണ് അഡ്വാൻജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞത്. മാരാർജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നാണ്. ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിനിടയിലും പല കാര്യങ്ങളും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളോട്. കണ്ണൂരിനടുത്ത് ആന്തൂർ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കേൾക്കണം. ആന്തൂർ എന്ന് പറയുന്ന പ്രദേശം അന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു എന്നാ പറയുന്നത്. അന്ന് ഞാൻ പറയാം ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് മാരാർജി ഭാരതീയ ജനതാ പാർട്ടിയല്ല, ജനസംഘത്തിന്റെ പ്രവർത്തനത്തിന് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ മാരാർജിയെയും കുമാർ നാറാത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തകനെയും കമ്മ്യൂണിസ്റ്റുകാരൻ പിടിച്ചു വെച്ചു. മാരാർജിയോട് ചോദിച്ചു, നീ RSS ആയിരുന്നാടാ എന്ന് ചോദിച്ചു. മാരാർജി പറഞ്ഞല്ല. പിന്നെ ആരാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പ്രവർത്തകനാണ്, എന്നാ പോയിക്കോ. അന്ന് മാരാർജി പറഞ്ഞു, എടോ കമ്മ്യൂണിസ്റ്റുകാരാ, നിനക്ക് RSSഉം രാഷ്ട്രീയ സ്വയം സേവക സംഘവും ഒന്നാണെന്ന് അറിയില്ലെങ്കിൽ, മനസ്സിലായോ, നീ ചരിത്രം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. മാരാർജിയുടെ ജീവിത രീതി അതാ. മേധ വളർന്ന മാരാർജി, എഴുത്തുകാരനായ മാരാർജി, കബഡി കളിക്കാൻ അറിയുന്ന മാരാർജി, കളരിമുറകൾ അറിഞ്ഞ മാരാർജി, യോഗ അറിഞ്ഞ മാരാർജി, പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ച സ്നേഹത്തോടെ തലശ്ശേരിയുടെ തെരുവീതിയിൽ സംഘപ്രവർത്തകർ വെട്ടേറ്റ് വീണപ്പോ അവരെ തടവി, അവരെ സമാശ്വസിപ്പിച്ച മാരാർജി. ഇങ്ങനെ ഒരു രംഗമുണ്ട് മാരാർജിക്ക്. ആ മാരാർജിയുടെ പ്രവർത്തനമാണ് ഇന്ന് നാം കാഞ്ഞങ്ങാടിന്റെ ഈ ടൗണില് നെഞ്ചൂക്കോടെ നിൽക്കുന്നത്. ആലോചിച്ച് നോക്കണം, നെഞ്ചൂക്കോടെ. നിങ്ങൾ അറിയോ, അതികായനായ MBR ഇപ്പോൾ ഇല്ല. അന്ന് MBR കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അക്രമം വ്യാപിപ്പിച്ച MBR. ഞങ്ങൾ തുറന്നു പറയും, ആരെയും എതിർക്കാൻ പറയുന്നതല്ല. പണ്ടുകാലത്ത് കണ്ണൂർ ജില്ലയിൽ അക്രമം ഉണ്ടായിരുന്നത് അടിയോ കുത്തോ ഓടിക്കലോ ആയിരുന്നു, വടി കൊണ്ടുള്ള അടി. പക്ഷെ MBR എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജില്ലാ സെക്രട്ടറിയായി വന്ന നേതാവ് ആയുധമെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പ്രേരിപ്പിച്ചു. ഞങ്ങൾ മറക്കുവോ? 1967 വാടിക്കലിൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന RSSന്റെ സ്വയം സേവകന് വെട്ടിവീഴ്ത്തി. അറിയോ? 1967 അന്ന് തലശ്ശേരി കോടതിയിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR 69/1967. അതിലെ 4ാമത്തെ പ്രതി ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? അപവാദങ്ങൾ പറയണ്ട, നാളെ പരാതി കൊടുക്കണ്ട. തലശ്ശേരി കോടതിയിൽ ചെന്നാൽ അതിന്റെ റെക്കോർഡ് കിട്ടുമല്ലോ.
ആ കേസിലെ വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ 4ാം പ്രതിയാണ് ഇന്നത്തെ നമ്മുടെ ബഹുമാന്യനായ നമ്മൾ എല്ലാവരും പേടിച്ചിട്ട് ആദരിക്കുന്ന മുഖ്യമന്ത്രി. അറിയോ, ചരിത്രം വീണ്ടും തിരിച്ചു വരും, സംശയം വേണ്ട. വാടിക്കലിലെ രാമകൃഷ്ണന്റെ കുടുംബം തകർന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് തീവ്രവാദ പ്രവർത്തനം കടന്നു കയറിയത് അദ്ദേഹത്തിന് ഇപ്പം പ്രയാസമുണ്ട്. ഒരാശുപത്രിയും അദ്ദേഹത്തിന് വിശ്വാസമില്ല. കേരളമാണ് നമ്പർ 1. ഇവിടുത്തെ എല്ലാ ചികിത്സയും ഇന്ത്യയിൽ കിട്ടുന്നത് കേരളത്തിലാണ് നമ്പർ 1. മൂപ്പരിപ്പ 2ാമതും പോയിട്ടുള്ളു ഇവിടത്തേക്ക് അമേരിക്കയിലേക്ക് 2ാമതും പോയി. അപ്പൊ ആദ്യം പോയിട്ട് എന്താ ചെയ്തത്? ആദ്യം പോയിട്ട് 30,62,000 റുപ്യാണ് ചെലവ്. നിങ്ങൾ ഏത് അവയവാന്ന് അവിടെ മാറ്റിവെച്ചത് പറയണം. നിങ്ങളൊരു സത്യമോ അമേരിക്കയിലേക്ക് വിസ കിട്ടണ്ടെങ്കിൽ അവിടെ ഒരു അപേക്ഷയിൽ ഒപ്പിട്ട് കൊടുക്കണം, അപേക്ഷ പൂരിപ്പിക്കണം. അതിന്റെ 8ാമത്തെ കോൾ എന്താണെന്നറിയോ? ആർ യു എ കമ്മ്യൂണിസ്റ്റ്? ആ ഫോണിന്റെ 6ാമത്തെ കോൾ ഇതാ, നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന്. ആണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രവേശനമില്ല. ഇപ്പൊ എന്റെ സംശയം, കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി പോയത് ആ കോളം എന്താ പൂരിപ്പിച്ചേ? ആണെന്നാണെങ്കിൽ പോകാൻ കഴിയില്ലായിരുന്നു. അല്ലാതാ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പൂരിപ്പിച്ചു കൊടുത്ത് അവിടെ അമേരിക്കയിൽ ചെന്നിട്ട് ചികിത്സ തേടി തിരിച്ചു വന്ന് കണ്ണൂര് 23ാം പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞു അമേരിക്ക തൊലയട്ടെ. അവന് മലയാളം അറിയാത്തോണ്ട് ഇയാളെ ഭാഗ്യം. എന്നിട്ട് നിങ്ങൾ മറ്റൊന്ന് നോക്കരുത്. മാരാർജി ഇത് എന്നും പറയുന്നതാ. പാർട്ടി കോൺഗ്രസ് നിങ്ങൾ മറക്കണ്ട. 1992 കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ പ്രസംഗങ്ങളിൽ മാരാർജി പറഞ്ഞു പാർട്ടി കോൺഗ്രസ് 2022 ആകുമ്പോഴേക്ക് കോൺഗ്രസ് പാർട്ടിയായി മാറുന്ന. ഇപ്പം പാർട്ടി കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും ഒന്നാണ്. നമ്മളെ കുറ്റം പറയണ്ട. നിങ്ങള് ഭയങ്കര ഇവിടെയെല്ലാം പ്രവർത്തകർ പോയിട്ടുണ്ടാവില്ലേ? എവിടെ പോയത്? പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കാൻ. അവരാർക്കും കാട് കയറാൻ പറ്റിയോ? ഇല്ല. ഇവിടുത്തെ ചാത്തനും പോത്തനും കോലനും എല്ലാം വണ്ടി പിടിച്ച് കണ്ണൂർ പോയി ഭാരത റെസ്റ്റോറന്റിൽ നിന്ന് മിഷ്ടാന്നം ഭക്ഷണം കഴിച്ച് അവര് പറഞ്ഞ് പോയിക്കോളും. ഇങ്ങോട്ട് തിരിച്ചു വന്നു. പാർട്ടി കോൺഗ്രസിൽ എന്താ തീരുമാനമെടുത്തത്? ആർക്കറിയാം? ആരെല്ലാം പങ്കെടുത്ത് ആർക്കറിയാം? ആരാ തെരഞ്ഞെടുക്കപ്പെട്ടത്? യെച്ചൂരി ദേശീയ സെക്രട്ടറിയാണ്. അതിന് ദേശീയ സെക്രട്ടറി ആവാൻ ദേശീയ തലത്തിൽ നിങ്ങൾക്ക് പാർട്ടി ഉണ്ടാവും. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസം ചിന്തിക്കണോ? ദേശീയ തലത്തിൽ നിങ്ങൾക്ക് അംഗീകാരമില്ല. നിങ്ങൾ പ്രാദേശിക പാർട്ടി അല്ലാണ്ടാവും. നിങ്ങൾക്ക് ഭാരതത്തിൽ ഒരു ഭരണേ ഉള്ളൂ. കേരളത്തിൽ ത്രിപുരയിലുണ്ടോ? ഇല്ല. ബംഗാളിലോ? ഇല്ല. കഴിഞ്ഞ 5 സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഇല്ലേ? 4 സ്റ്റേറ്റിലും ആര് ജയിച്ചു? BJP. പഞ്ചാബിൽ BJP പിന്നോട്ട് പോയി. ദേശാഭിമാനിയിലെ വാക്യം എന്താ? പഞ്ചാബിൽ BJP അമ്പേ പരാജയപ്പെട്ടു. ബാക്കി 4 സ്ഥലത്തോ ആടെ മഷി ഉടഞ്ഞിനി. ദേശാഭിമാനിയിൽ അത് വായിക്കാൻ കഴിയില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കേൾക്ക്. നിങ്ങൾക്ക് എവിടെ ഭരണോ? ദേശീയ തലത്തിൽ നിങ്ങൾക്ക് എന്തിനാ സെക്രട്ടറി? ഓട്ടോറിക്ഷയ്ക്ക് എന്തിനാ നാഷണൽ പെർമിറ്റ്? എന്നിട്ട് ഇവിടെ എന്നിട്ട് വലിയ പരിപാടിയാ. എന്നിട്ട് എന്താ പറയുന്നത്? RSS പാടില്ല, എന്തെന്ന് കാവി പാടില്ല. മാരാർജിയെ കുറിച്ച് ഞാൻ അനുസ്മരിക്കുന്നത് അതാ. അന്ന് MR തലശ്ശേരി വെച്ചൊരു പ്രസംഗം നടത്തി. അറിയോ? തലശ്ശേരി വെച്ച് MR പ്രസംഗിച്ചെന്താണെന്നറിയോ? തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ നിരന്നു നിൽക്കും. എന്നിട്ട് മൂത്രൊഴിച്ചാൽ ഇവിടുത്തെ RSSകാരും BJPക്കാരും അറബിക്കടലിൽ ഒഴുകിപ്പോന്നു. പിറ്റേന്ന് മാരാർജിയുടെ മറുപടി പ്രസംഗത്തിൽ മാരാർജി പറഞ്ഞു, രാഘവ, തിരുവനന്തപുരത്ത് നിങ്ങൾ മുഴുവൻ നിരന്നു നിൽക്കും, മൂത്രൊഴിക്കാൻ നിങ്ങൾ തയ്യാറെടുത്ത് നിൽക്കും. പക്ഷേ ഒരു RSSകാരൻ നിന്റെ എല്ലാം മുമ്പിലേ പോയ നിനക്ക് ഇടുന്ന രാഘവ മൂത്രൊഴിക്കാൻ കഴിയാന്ന. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾ പറയുന്നതാ, നിങ്ങൾ ഈ ജിഹാദികളെ കൂട്ടുപിടിച്ച് റെഡ് ജിഹാദ്, ചുവപ്പും ജിഹാദികളും കൂടി ഈ ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ചങ്കൂറ്റമുള്ള RSSന്റെയും BJPയുടെയും യുവമോർച്ചയുടെയും ഹിന്ദുസേനയുടെയും പ്രവർത്തകർ ഭാരതത്തില് അങ്ങേയറ്റത്തെ ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ സാക്ഷാത്കാരം ഭാരതാംബക്കായിരിക്കും. സംശയം വേണ്ട.
സംശയം വേണ്ട. ഇവിടുത്തെ അഹമ്മദിനോടും മുഹമ്മദിനോടും നിസ്കരിക്കുന്ന മുഹമ്മദിനോടും കുരിശ് പിടിക്കുന്ന തോമസിനോടും ഗീത വായിക്കുന്ന ഗോവിന്ദനോടും പറയാനുള്ളത് ഒരുമിച്ച് ജീവിക്കാനാ. മോഡിജി പറഞ്ഞതാ, ഇസ്ലാം സഹോദരന്മാരെ, നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോ RSS എതിരല്ല. ആണോ? ആണെങ്കിൽ AP അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ദേശീയ വൈസ് പ്രസിഡന്റിന്റെ ഹജ്ജ് കമ്മിറ്റിയുടെ ദേശീയ അധ്യക്ഷനായി ഇനിയാണ് തെരഞ്ഞെടുക്കില്ലേ? അദ്ദേഹം മുസ്ലിമല്ലേ? മുസ്ലിമല്ലേ? നഖ്വി മുസ്ലിമല്ലേ? എത്രയെത്ര മഹാരഥന്മാര് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലേക്കുണ്ട്. അന്നേരം സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയാ, എന്റെ വീട്ടിലുണ്ട് ആര്? മുസ്ലിം. ഓം വേറെ ജനകീയ ആസൂത്രണത്തിന് കയറി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയതാ, അല്ലാണ്ട് AP അബ്ദുള്ള കുട്ടിയെ പോലെയല്ല. മനസ്സിലായോ? വീട്ടിന്റെ ഉള്ളിൽ നിന്നിപ്പം മുഖ്യമന്ത്രിക്ക് ഒരു രഹസ്യം പറഞ്ഞുകൂടാ. അറിയോങ്ങൾ അയാളെ വേദന? പലപ്പോഴും ആ വേദന ആലോചിച്ച് നമുക്കും പ്രയാസമുണ്ട്. എന്തെങ്കിലും പറയാൻ കഴിയില്ല. അപ്പോഴേക്ക് ചാനലിന് കിട്ടി. ആടാ ഇയാൾ അമേരിക്കയിൽ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ആടെയാണെങ്കിൽ പറയുന്നത് തിരിയുന്നില്ല ആൾക്കാർക്ക്. ആടേതാ കമ്മ്യൂണിസ്റ്റുകാരൻ പറ. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? അതേസമയം മോഹൻ ഭഗത് എന്ന് പറയുന്ന സംഘത്തിന്റെ അധികായൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അഖണ്ഡ ഭാരത് സ്വപ്ന ഹൈ. അപ്പൊ പുള്ളി അഖണ്ഡ ഭാരതം പറ്റൂലേ? ഇറാനും ഇറാഖും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടങ്ങുന്ന ബംഗ്ലാദേശും അടങ്ങുന്ന ഈ ഭാരതത്തിന്റെ ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രം തിരികെ വരും. സംശയം വേണ്ട. പക്ഷേ കാവ്യ മറക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് മാരാർജി ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അറിയോ? മാരാർജി പറഞ്ഞൊരു തമാശയുണ്ട് പണ്ട്. എന്താന്ന് പറഞ്ഞാല്, പണ്ട് താഴെ ചൊവ്വ എന്ന് പറഞ്ഞ് കണ്ണൂരൊരു എരുമക്കുടിയുണ്ട്. ഭയങ്കര സംഭവം. അവിടെ ആയിരക്കണക്കിന് പ്രവർത്തകര് RSS കാവ്യ ഉടുത്തവര് അവിടെ അധികമാണ്, അമ്മമാര് അവിടെ അധികമാണ്. അങ്ങനെ അവിടുത്തെ നമ്മുടെ പ്രവർത്തകർ ഒരു തീരുമാനം എടുത്തു. എന്താണെന്നറിയോ? ഈ താഴെ ചൊവ്വയുള്ള ടൗണിന് ഒരു വലിയ കമാനം വെച്ചു. എന്താ കമാനം അറിയോ? കാവിത്തെരു എന്നൊരു പേരിട്ടു. വലിയ കാര്യം. ഇത് കണ്ടിട്ട് അതിന്റെ അപ്പുറത്ത് തോട്ടട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, SN കോളേജിൽ. അവിടെ കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, നമ്മളെ ആൾക്കാരുമുണ്ട്. ഓന് ഹാലിളകി കമ്മ്യൂണിസ്റ്റുകാർ കാവിത്തെരുവോ. അതെന്താ അങ്ങനെ? കുറേയെല്ലാം വന്ന് കീറാൻ നോക്കി. നമ്മളെ ചങ്കൂറ്റുള്ള കുട്ടികളവിടെ നിന്നു. പോലീസുകാർ പിന്നെ പറഞ്ഞു, അത് കീറിക്കോ എന്ന് പറഞ്ഞു. നമ്മളെ കുട്ടികൾ പറഞ്ഞു, അങ്ങനെ കീറാൻ പറ്റൂല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തി പറയാം, പല സ്ഥലത്തും ഇപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കായിപ്പോയി. ഇവിടുത്തെ കേരള പോലീസിന് ഒരു ആയുധമുണ്ടോ? കലാപം വന്നാൽ ഒരു ആയുധമുണ്ടോ? ഭയമാണ്. എന്റെ ബന്ധുക്കളുണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥർ. അറിയാങ്ങള്, ഒരു കലാപം വന്നാല് സ്വയം രക്ഷക്കൊരു ആയുധമില്ല കേരളത്തിലെ പോലീസിന്. യു പിയിലോ മൊട്ടയടിച്ച യോഗി ആദിത്യനാഥ് AK-47 കൊടുത്തു എല്ലാ പോലീസുകാരും. തീവ്രവാദിനെ കണ്ട ഷൂട്ട് എക്സൈറ്റ് തീർത്തേക്കണം. മുഹമ്മദിനെ കണ്ട തൊഴുതോളണം. മുഹമ്മദിന്റെ കയ്യിൽ കല്ല് കണ്ട അപ്പൊ വെടിവെച്ചാണ്. കഴിഞ്ഞ ദിവസം 5 തീവ്രവാദികള് UP ഇറങ്ങി, ഷൂട്ട് എക്സൈറ്റ് തീർത്തു. പത്രക്കാർ ചോദിച്ചു യോഗിജിയോട്, ഇതെന്താ ഇവരെ അറസ്റ്റ് ചെയ്യാൻ? ജയിലില് ചെലവിന് കൊടുക്കാൻ പൈസ ഇല്ല. ഇപ്പൊ UP തീവ്രവാദം ഉണ്ടാ? ഇല്ല, തീവ്രവാദമില്ല, തീവ്രവാദികളില്ല. അടങ്ങി ഒതുങ്ങി രാവിലെയും വൈകുന്നേരവും പള്ളിയിൽ പോണാക്ക് അവിടെ ജീവിക്കാം. ഭാരതാംബക്കെതിരെ മുദ്രാവാക്യം വിളിച്ച തീർത്ഥാടി ആര്? UP. അപ്പൊ പറഞ്ഞു UP വിടാൻ പാടില്ല. അടുത്ത പ്രാവശ്യം UP തോപ്പിക്കും. ആരാ? BJP. ആരാ തോപ്പിക്കോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ സംഭവം എവിടെ വെച്ചിട്ടാ തീരുമാനം? കണ്ണൂര് ഭയങ്കര പ്രസ് കോൺഫറൻസാ. എന്താണെന്നറിയോ? UP തോപ്പിക്കും. എന്നിട്ടോ പ്രചരണം കൂടെ മീഡിയ എന്തെന്ന്? യോഗി ആദിത്യനാഥ് ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടു. UP ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കേരളം പോലെ ആവണോ UP പോലെ ആവണോ? നോക്കി വോട്ട് ചെയ്തോളൂ. അപ്പേക്ക് ഇവിടെ പറഞ്ഞു കേരളത്തിനെ അപമാനിച്ച് വിടാൻ പാടില്ല. ആരാ? യോഗീന. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്താം. ഏടാ? UP എത്ര സ്ഥാനാർത്ഥികളാ? 3 സ്ഥാനാർത്ഥികൾ. മൊത്തം കിട്ടിയ വോട്ട് 32. UP തീടുന്നില്ല. ഒറ്റയാളൊക്കെ എന്തെന്ന്? BJPക്ക് വോട്ടുണ്ടോ? BJPയുടെ 37 മണ്ഡലങ്ങളിൽ കേരളത്തിൽ 2ാം സ്ഥാനത്താ. അറിയോ?
നിങ്ങൾ മറിച്ചും തിരിച്ചും കുത്തിച്ച് മഞ്ചേശ്വരത്തെ പറ്റിച്ച് തിരുവനന്തപുരത്ത് മാറ്റിക്കുത്തി തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. സമീപ ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും കേരളത്തിന്റെ ഭരണത്തിൽ നിർവാഹ സമിതി അംഗമായി നിർണായക പങ്ക്. സംശയം വേണ്ട. വോട്ടെല്ലാം ഓരോരാള് ചെയ്യുന്നതാ. ആലോചിച്ച് നോക്കിയ കാസർഗോഡ് മഹാനായ ഉണ്ണിത്താൻ എന്റെ സുഹൃത്താ. മൂപ്പര് തിരുവനന്തപുരത്ത് നിന്ന് ചിലപ്പോ ട്രെയിനിലും വരുമ്പോ കാണും. അന്നേരം കണ്ട വലിയ കുറിയ. ഞാൻ തന്നെ ഇങ്ങനെ തോന്നലുണ്ട്, കൊട്ടാരക്കര ഗണപതി ചെയ്യോ. ട്രെയിനിൽ നിന്ന് ഞങ്ങൾ 5-6 ആള് വരുമ്പോ ഒരിക്കൽ പറഞ്ഞു, വക്കീലെല്ലാം ഹിന്ദുത്വവാദിയ, പക്ഷെ പൊട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പൊട്ടനല്ലല്ലോ, എന്റെ ഉള്ളിലാ കുറി. അറിയോ, എന്റെ ഉള്ളിലാ കുറി. എന്താ സംഭവിച്ചറിയോ? കാസർഗോഡ് എത്തി, മത്സരിക്കണം ആഗ്രഹം, പൈസ കൊടുത്ത് സീറ്റ് വാങ്ങി. എന്തേ സീറ്റ് വാങ്ങിയപ്പോൾ എടുത്ത മുസ്ലിം സഹോദരന്മാർ പറഞ്ഞ് എനിക്ക് വോട്ട് തരാവട്ടെ, എന്റെ കുറി വാങ്ങിക്കണം. നാട്ടിൽ കുറി മുക്കിയിട്ടായി ഇങ്ങോട്ട് വന്നു. 8 ലക്ഷത്തിന്റെ കുറി മുക്കിയിട്ടായി ഇങ്ങോട്ട് വന്നു. എന്തേ അവിടുന്ന് ആള് വന്നില്ലേ? പരിധിയിട്ടാ വന്നില്ലേ? ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പരിധി ആരും വന്നോ? കേരളത്തില് ഈ പറയുന്ന എല്ലാ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളെ തേടി അഴിമതി ഉണ്ടായോ? അപരാധം ഉണ്ടായോ? പെണ്ണ് കേസുണ്ടായോ? മാഫിയ കേസുണ്ടായോ? സ്വർണ്ണക്കടത്തുണ്ടായോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തി. ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? മരാർജി പറഞ്ഞത് അങ്ങനെ തന്നെയാ. അവസാനം സംഭവിച്ചെന്താ? ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാരന് കാലളകി കാവിത്തെരുവിനെതിരെ അവന്റെ കേന്ദ്രത്തിൽ അവൻ പിറ്റേ ദിവസം രാത്രി ഒരു വലിയ കമാനം വെച്ചു. എന്താ കമാനം എന്നറിയോ? ചുവന്ന തെരുവ്. പിറ്റേ നോക്കുമ്പോ കുറെ ആളുകൾ അതിന്റെ സൈഡിലെല്ലാം പറഞ്ഞു, എന്താ പരിപാടി? അപ്പോ പോലീസുകാരൻ പറഞ്ഞു, നീ എന്താ എടുക്കുന്ന? അല്ല, ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞു. ഏടോ കമ്മ്യൂണിസ്റ്റുകാരാണ്. ആന മുക്കുന്ന കണ്ടിട്ട് മൊയല് മുക്കരുത്, കേട്ടിനോ? ഇത് ഭാരതത്തിൽ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന കാവിത്തെരുവുണ്ടല്ലോ, ഭാരതം ഒരു നാൾ കാവിത്തെരുവായി മാറും. പക്ഷേ ഇവിടെ മുഹമ്മദും തോമസും ഗോവിന്ദനും ഒരുമിച്ച് ജീവിക്കും. അതാണ് ഭാരതാംബയുടെ സങ്കല്പം. അല്ലാതെ ഇസ്ലാമിക തീവ്രവാദികളെ ഞങ്ങൾ എതിർക്കും, ഇസ്ലാം വിശ്വാസികളെ ഞങ്ങൾ നെഞ്ചോട് ചേർക്കും. എന്തേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനത് ചിന്തിക്കാത്തത്? എന്തേ കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാസർഗോഡ് പണ്ടുണ്ടായിരുന്ന MP ഞങ്ങൾക്ക് തുറന്നു പറയാൻ മടിയൊന്നുമില്ല. മൂപ്പരിപ്പം പ്രസ്ഥാനത്തിലേ ഇല്ല. കാസർഗോഡിന്റെ MP കരുണാകരൻ സാറിന്റെ മകളുണ്ടല്ലോ, ആ മകളെ കുത്തി ചർച്ച നടന്നപ്പോ പറഞ്ഞു, മതം മാറ്റൂല, കല്യാണം കഴിച്ചു. കഴിഞ്ഞ ദിവസം കണ്ടു, മതം മാറ്റി. അപ്പൊ കരുണാകരൻ സാറ് അവരെ നേതാക്കന്മാരോട് നിങ്ങളല്ലേ പറഞ്ഞ മതം? നമ്മളല്ല പറഞ്ഞ, അവരെന്നെയാ പറഞ്ഞ മതം. നമ്മക്കൊന്നും അറിയില്ല, ഇതെല്ലാം ഇല്ല. മോള് പോയില്ലേ? ഇപ്പൊ അയാളെന്താ പാർട്ടി കോൺഗ്രസ് പങ്കെടുക്കാൻ? അയാളെ പ്രശ്നം ഇതാ. ഇത് ഓരോ കുടുംബത്തിനും വരാനുണ്ട്. ഓരോ കുടുംബത്തിനും തന്റെ മതത്തിൽ വിശ്വസിച്ച് ജീവിക്ക്. അന്യമതത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകില്ല. പ്രധാന പെൺകുട്ടികളെ കൊണ്ടുപോകുന്ന ലവ് ജിഹാദിനെതിരെ ആദ്യമായി കേരളത്തിൽ പറഞ്ഞ ഞങ്ങളല്ല, ജസ്റ്റിസ് KT ശങ്കരൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയാണ് പറഞ്ഞത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. BJP അല്ല. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല. ഭയങ്കര സംഭവമാണ്. ഇപ്പം പിണറായി വിജയൻ സഖാവ് മുഖ്യമന്ത്രി പറയുന്നു ലവ് ജിഹാദ് ഉണ്ട്. എന്താ ഉണ്ടെന്ന് പറയാൻ കാരണം അനുഭവത്തിൽ വന്നു. അപ്പോഴല്ലേ ഇത് തിരിഞ്ഞു. വീട്ടിലല്ലേ കുത്തിത്തിരിപ്പ്, തീക്കട്ടക്കല്ലേ ഉരുവലിച്ചത്. ആലോചിച്ചു നോക്ക്. നമ്മൾ ആലോചിച്ചു നോക്കണം. ഇസ്ലാം വിശ്വാസികളെ ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല. അന്യമതത്തിൽ നിന്ന് അമ്മമാരുടെ കണ്ണീരിവിടെ വീഴ സിറിയയിലേക്ക് കൊണ്ടുപോയി. എത്ര കുട്ടികളെ? 1200 ചില്ലറ കുട്ടികളെ കേരളത്തിൽ കൊണ്ടുപോയില്ലേ? ആ കുട്ടികളുടെ അവസ്ഥ എന്താ? ഇപ്പോ വെടിയേറ്റ് മരിച്ചും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടും അവരെ ജയിലിൽ കഴിയുക. എന്തിനാ ഇത് സംഭവിച്ചത്? ഇതെന്തിനു ചെയ്തുകൊണ്ടാ ചോദ്യം. മതപരിവർത്തനം എന്ന് പറയുന്നത് എതിരാണെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. തന്റെ മതത്തിൽ വിശ്വസിക്കുന്നവരെ മാറ്റിക്കൊണ്ടുപോകാൻ അധികാരമില്ല. ഉണ്ടോ?
ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ രാത്രി 12:30 ഫോണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് മെമ്പർ വിളിക്കുക, സാറേ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു 12:30 ഉറങ്ങിയോ എന്ന് ചോദിച്ചു. നിന്നെ പോലെ നമ്മൾ 10 മണിക്ക് ഉറങ്ങും. എനിക്ക് രാത്രി 1 മണിക്കും ആടി ഇടിയും ജനകീയ ആസൂത്രണ പരിപാടിയും കൊണ്ട് നടക്കുന്ന പോലെ നമ്മൾ 10 മണിക്ക് ഉറങ്ങൂലേ? അതല്ല, എൻ്റെ മോള് പോയി. ഞാൻ പറഞ്ഞു വളരെ നന്നായി. കൊണ്ടുപോയി, വിട്ടാൻ പാടില്ല ഓനാ. ഞാൻ പറഞ്ഞു ആരാ? ഒരു മുസ്ലിം പയ്യനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു അതിനെന്താ, മതേതരമല്ലേ? കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ കണ്ണൂർ പ്രസംഗിച്ച എല്ലാ മതവും ഒരുപോലെയാണ്. ശവത്തുകുത്തല്ല, വേദനിക്കുന്നു. എത്ര മോളുണ്ട്? 1. ആണുണ്ടോ? ഇല്ല. ഇയാളെപ്പോ എന്താ പ്രവർത്തനം അടുത്ത വീട്ടിലാണ്. അപ്പൊ ഈ പെണ്ണെന്ത് ചെയ്തു? അപ്പുറത്തേക്ക് പോയി. ഇപ്പൊ എന്താ പ്രശ്നം? ആര് വേണം? BJP-ക്കാരൻ വേണം. മനസ്സിലായോ? 5 മിനിറ്റ് കൊണ്ടാ ഈ സന്ധ്യ സാക്ഷിയാക്കി ഞാൻ പറയുന്നു. നമ്മുടെ ബജ്രംഗദളിന്റെ പ്രവർത്തകർ, യുവമോർച്ചയുടെ പ്രവർത്തകർ, പാർട്ടിയുടെ പ്രവർത്തകർ, RSS-കാർ 5 മിനിറ്റ് കൊണ്ടാ വടകരയിൽ ചോറോടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവരെ പിടിച്ചത്. അറിയോ നിങ്ങൾ? രാത്രി 12:30 ഒരു ഫോണിലൂടെയാ ഇവര് പിടിക്കപ്പെട്ടത്. അതാണ് RSS, അതാണ് BJP. അപ്പൊ ഇയാൾ 15 DYFI-ക്കാരെ വിളിച്ചു. അറിയോ? ഒരുത്തനെ വിളിച്ചപ്പോ പരിധിക്ക് ഓർത്തു, മറ്റോ സ്വിച്ച് ഓഫ് ആണ്. അവൻ പിന്നെ ലൈനിലേ ഇല്ല. വേറെ എടുത്ത് നോക്കുമ്പോ വേറെ ഏതോ വീട്ടിൽ നിന്നാ ഫോൺ എടുക്കുന്നത്. ഇതൊന്നും നമ്മളിലില്ല കേട്ടോ, ഇതൊന്നും നമ്മളിലില്ല. ഭാരതാംബയുടെ പൊന്നോമന പുത്രിയെ തിരികെ കൊണ്ടുവന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ലവ് ജിഹാദ് ഇല്ല എന്ന് അറിയോ? ഞാൻ ആ തിരിച്ചു വന്നപ്പോ കണ്ണൂര് കോടതിയിൽ ഹാജരാക്കി തിരികെ വരുമ്പോ അച്ഛനോട് ഞാൻ പറയൂ, നിങ്ങൾ ഒരിക്കലും ഇത് പരസ്യപ്പെടുത്തണ്ട. ആ കുട്ടിയുടെ ജീവൻ അത് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ, ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കളെവിടെ? ഈ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെയാണ് മാരാർജി എന്ന് ഭംഗ്യം തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ മാത്രം പറഞ്ഞ് കുറ്റം തെച്ചിപ്പോ നമുക്ക് ആരാ ആദ്യം പറഞ്ഞതെന്നറിയോ? ആരാദ്യം പറയുന്നോട്ട് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ സിനിമാ പാട്ട് പാടിയപ്പോ സഖാവ് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം വളരുകയാണ്. ആരാ പറഞ്ഞ? മുപ്പരിപ്പില്ല, ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുള്ളത്. പാർട്ടി കോൺഗ്രസിൽ ഫോട്ടോ ഇല്ല. പണ്ടിങ്ങനെ അരയും തലയും മുറുക്കിയിട്ട് മൊത്തം ഫോട്ടോ വെച്ചിട്ട് എടുത്തു. VS-ന്റെ ഫോട്ടോ ഇടെ, VS എതിർത്ത സഖാവ് P ശശി. അന്ന് ആരോ പത്രക്കാർ ചോദിച്ചു, എന്തോ ഒരു ചെറിയ കുത്തിത്തിരിപ്പ് വിഷയമായിട്ടാണ് P ശശിനെ പുറത്താക്കിയത്. ആരെയല്ല, തളിപ്പറമ്പ് MLA CKP പത്മനാഭൻ എന്ന് പറയുന്ന അധികായന്റെ മകളെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫില്ലിന്റെ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് എന്നെ കൊണ്ട് പറയുന്നു. സംഭവം പാർട്ടിയിലെത്തി ചർച്ച ചെയ്തു. എന്താ ചെയ്തത്? ശശിയെ പുറത്താക്കി. ഉടൻ ശശി ലീവ് എടുത്തു. അഡ്വക്കേറ്റ് ശശി ലീവ് എടുത്തു. എന്തിനറിയോ? ചികിത്സക്ക് കോയമ്പത്തൂർ. പത്രക്കാർ VS-നോട് ചോദിച്ചു, ശശിക്ക് എന്താ അസുഖം? അന്നേരം പറഞ്ഞു, ശശിക്ക് ഞരമ്പ് രോഗമാണ്. ഞങ്ങളല്ല പറഞ്ഞത്, TV-യിൽ വന്നതല്ലേ. ഞങ്ങൾക്കെതിരെ തിരിയണ്ട. അവസാനം P ശശി എന്ന് ചോദിച്ചപ്പോ പരിഹസിച്ചു VS. പശി പുറത്താക്കി. ആരെയും പുറത്താക്കി? CKP-നെയും പുറത്താക്കി. ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ചതാ കൊണ്ട്. ഒരു ദിവസം ബസ് കണ്ടപ്പോ എന്നോട് പറഞ്ഞതാ എല്ലാം പോയി. ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നും പോയില്ല, ഞാൻ ഈ തന്നെ ഉണ്ടാവും. ഇപ്പം വാഴ വെക്കുക, കൃഷിയാ. അന്നൊരു സംവാദത്തിൽ എന്നോട് ചോദിച്ചതാ, നിങ്ങളെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അറിയോ? അപവാദം. ഞാൻ പറഞ്ഞു എൻ്റെ വോട്ട് എനിക്ക് കിട്ടും, നിങ്ങൾ ഈ പാർട്ടിയിലും ഉണ്ടാവില്ല. ഇല്ല. ഇപ്പോ എന്തൊരു പാർട്ടിയായത്? പരാതിക്കാരനെയും പുറത്താക്കി, പ്രതിനെയും പുറത്താക്കി. കൊല്ലം കുറെ കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് വന്നു, പ്രതിനെ അകത്താക്കി, പരാതിക്കാരൻ പുറത്താണ്. ഇപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറിയാ മുഖ്യമന്ത്രിക്ക്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാ ഈ നാം വെച്ചിട്ട് മരപ്പട്ടി കൂട്ടം. നല്ലതല്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി. ഇന്നലെ മിഞ്ഞാന്ന് തലങ്ങും വിലകും മാറ്റി ചെയ്തു. ശ്രീജിത്ത് സാർ അധികായന കൊല്ലൂർ മൂകാംബിയിൽ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അദ്ദേഹം സത്യസന്ധയാ. അദ്ദേഹം ചർച്ച ചെയ്ത് പല കേസന്വേഷണം നടത്തി. ഇപ്പൊ ഒരു ഭാഗത്തേക്ക് എത്തുന്നറിഞ്ഞപ്പോ ഇന്നലെ മാറ്റി. വേറൊരാളെ കശുവണ്ടി ഫാക്ടറിന്റെ എന്തോ ആക്കി. പോലീസ് ഉദ്യോഗസ്ഥരെ പരക്ക മാറ്റി. ആരാ മിണ്ടുക? മിണ്ടില്ല.
മിണ്ടില്ല. എന്താ കാരണം? ഭയമാണ്. എന്താ കാരണം? ഭയമാണ്. എന്താ കാരണം? പോലീസിന്റെ ഉള്ളിൽ ഒരു തീവ്രവാദ സംഘടന വന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ല, BJP പറഞ്ഞല്ല, CBI പച്ച വെളിച്ചെന്ന അതിന്റെ പേര്. ആർക്കറിയാം? ആർക്കറിയാം? അന്വേഷണം വന്നില്ലേ? സസ്പെൻഡ് ചെയ്യില്ലേ? എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുക. ആര്? നാം വിശ്വസിക്കുന്ന, എന്റെ വീട്ടിന് കാവൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരെ നമിച്ചുകൊണ്ട് പറയുക, പ്ലീസ് നിങ്ങൾ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ഞങ്ങളുടെ കൂടെ അണിനിരക്കണേ എന്നേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. പോലീസിൽ വരെ, ഡോക്ടർമാരിൽ വരെ, ആശുപത്രിയിൽ വരെ, ഭക്ഷ്യസാധനങ്ങൾ വരെ ജിഹാദ്. ഐസ്ക്രീമിൽ ഇതിലപ്പുറം വേണ്ട പറ, ഇതിലപ്പുറം വേണ്ടേ? മഹാനായ മോഡിജി പണ്ട് കാസർഗോഡ് വന്നപ്പോ പറഞ്ഞു, കേരളം തീവ്രവാദത്തിന്റെ നഴ്സറിയാണ്. ഓർക്കുന്നുണ്ടോന്നറിയില്ല, 2014 ഇലക്ഷനിൽ കാസർഗോഡ് വെച്ച് പ്രസംഗിച്ചത് കേരളം തീവ്രവാദത്തിന്റെ നഴ്സറി. അന്നേടിണ്ടായ പുക്കാർ എത്രയാ! മിണ്ടാൻ കഴിയാത്ത ഉമ്മൻചാണ്ടി വരെ പറഞ്ഞു മോഡിജി കള്ളനാണ്. AK ആന്റണി പറഞ്ഞു മോഡിജി കള്ളനാണ്. മോഡിജി പറഞ്ഞു നീ കള്ളനാണ്. അയാൾ അഡ്രസ് ഉണ്ട്. ഇപ്പോ കുത്തിത്തിരിപ്പാക്കിയിട്ട് ഡൽഹിയിൽ പോയി കൂടുതലേ മൂപ്പര്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. അറിയോ നിങ്ങൾ? അന്ന് നാനാഭാഗത്തും വെടിവെച്ച് കൊല്ലല. എന്നിട്ട് അവസാനം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുണ്ടെല്ലാം എടുത്തിട്ട് അങ്ങ് പോയതാ. വെയിലത്ത് ഇറങ്ങലും വീഴലും. ഒരു മിലിറ്ററിക്കാരനാ കൈകൊണ്ട് എടുത്ത് കൊണ്ടുവന്നു. ഒരൊറ്റ മിലിറ്ററിക്കാരനെ എടുത്തിട്ട് അവിടെ മേശയിൽ കൊണ്ടച്ചു. അറിയോ? ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയോ? രാജ്നാഥ് സിംഗ്. അദ്ദേഹം മിനിയാന്ന് പറഞ്ഞു, ഇങ്ങൊന്ന് തന്നാൽ അങ്ങ് 10 തരും. മനസ്സിലായോ? ഉറങ്ങണ്ടിക്കൽ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. കാശ്മീർ ഇപ്പോ പ്രശ്നമില്ല. കാശ്മീർ പ്രശ്നമില്ല. ഇന്നലെ മോഡിജി എത്തിയപ്പോ 6,52,000-ത്തിലധികം കാശ്മീരികൾ അവിടെ സംഘടിച്ചിട്ട് പറഞ്ഞു പോലോ ഭാരത് മാതാ കീ ജയ്. അത്ര വരെ എന്താ വിളിക്കല്? ബോലോ തക്ബീർ. കാശ്മീരിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. മോഡിജി പറഞ്ഞു ഭാരത് മാതാ കി ജയ് വിളിച്ചോ. വിളിക്കാത്തോനോ വേം പോയിക്കോ. എന്ത്? ഭാരതത്തിന്റെ ഭാഗാണ് ഏത്? കാശ്മീർ. കാശ്മീർ. പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യയെ തകർക്കുന്നു. ഇപ്പം പാകിസ്ഥാൻ തകർന്നിട്ടുള്ള ഇമ്രാൻഖാന്റെ അഡ്രസ് ഇല്ല. അതിന്റെ ഉള്ളിൽ നിന്ന് പാർലമെന്റ് പ്രതിപക്ഷം എണീറ്റിട്ട് വിളിച്ചു മോഡിജിക്ക് ജയ്. എവിടുന്ന്? പാകിസ്ഥാന്റെ പാർലമെന്റിൽ. ഇവിടുന്ന് EP ജയരാജൻ കുഞ്ഞാപ്പു പറഞ്ഞു അത് വേഷം മാറിയിട്ട് ലോകസഭയിൽ പോയതാണ്. ഇയാൾ എന്തൊരു മരപ്പോട്ടില്ല. ഞാൻ ചോദിക്കുന്നുണ്ട്, EP ജയരാജൻ ഇപ്പൊ എന്താ പറയുക, കൺവീനറാ എന്റെ ഈ LDF-ന്റെ. ഭയങ്കര സംഭവം. കണ്ണൂർ വെച്ച് പത്രക്കാരോട് എന്താ പറഞ്ഞറിയോ? കേരളയിൽ വരണം. കേരളയിൽ വന്നാൽ ആകാശത്ത് മുഴുവൻ വിമാനമായിരിക്കും. പത്രക്കാർ ചോദിച്ചു, അല്ല സഖാവ് നിങ്ങൾ നീ പറയും. അല്ല, ആകാശത്തെല്ലാം വിമാനമായിരിക്കും. ഏത് വന്നാലും കേരളയിൽ. ഏതായി കേരളയിൽ? ജനം പിഴുതെടുത്തെറിയുകയാ. അറിയോ? ഇവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നം നിങ്ങൾ തകർക്കുകയാണ്. തീവ്രവാദികൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് കേരളയിലെതിനാ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത്, ഈ കെ എന്ന് പറയുന്നത് എങ്ങനെയാ വന്നതെന്നാണ്. കെ റെയിൽ, കെ സ്വിഫ്റ്റ്, കെ ഫോൺ, എത്ര ആലോചിച്ചിട്ട് എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അത് രാത്രി എനിക്ക് ആലോചിച്ചത്. ഈ കെ എന്ന് പറയുന്നത് കമല എന്നാ ഭാര്യന്റെ പേരാണ്. ഓള് പറഞ്ഞ് കെ എന്നിട്ടോളണം. അതുകൊണ്ട് പണ്ട് മുംതാസ് എന്ന് പറയുന്ന സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് അവിടെ താജ്മഹൽ സ്നേഹമയമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ കെ കമലക്ക. ആഫീസ് വിട്ടു, കമല പോയി എവിടെ? അമേരിക്കയിൽ. അമേരിക്കയിൽ പോകുന്ന വേഷം കണ്ടിട്ട് നിങ്ങൾ ടൈറ്റ് ജീൻസും ടീഷർട്ടും എല്ലാം നീ പിണറായി എന്നല്ലേ പോയി? നീ എവിടത്തേക്കാ പോകുന്നത്? അമേരിക്കയിലേക്കാ. അപ്പൊ ഇന്നലെ പറയുന്നിട്ട് അമേരിക്കയിൽ 10 ഡോക്ടർമാർ കാത്തിക്കുന്നുണ്ടോ? അപ്പൊ പത്രക്കാർ ചോദിച്ചു, ഇതെന്തിനാ 10 ഡോക്ടർമാർ? സാധാരണ ഒരാൾക്ക് 5 ഡോക്ടറാണ് ഉണ്ടാവുക. ഇതെന്തിനാ 10? അപ്പൊ അവര് പറഞ്ഞോളൂ, പുതിയ വിവരം കിട്ടിയിട്ടുണ്ട്, ഇരട്ടച്ചങ്കനാ വരുന്നത്, അതുകൊണ്ട് 5 10 ഡോക്ടർമാർ വേണമെന്നാ. എത്രയാ ചെലവ്? 30 ലക്ഷം. 30 ലക്ഷം രൂപ. പുതിയതല്ല, പുതിയത് വന്നാൽ അറിയാം. നമ്മുടെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം കൊണ്ട് അമേരിക്കയിൽ ചെന്ന് കൂത്താടുകയാണോ? പലപ്പോഴും ഞാൻ ആലോചിച്ച, കഴിഞ്ഞ തവണ അമേരിക്കയിൽ പോയി, എല്ലാം മാറി. എല്ലാം മാറി. അപ്പൊ എന്താ നിങ്ങൾ അസുഖം? ആർക്കറിയാം?
നിങ്ങൾ അസുഖം ഒന്ന് പത്രസമ്മേളനം വെച്ച് പറഞ്ഞുകൂടാ. അവസാനം കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനോട് പറഞ്ഞ് നിന്റെ അസുഖം പറഞ്ഞാൽ മതി, എൻ്റെ അത് പറയണ്ട. അയാൾ പറഞ്ഞ് എനിക്ക് ഭയങ്കര സുഖം, തലക്ക് സുഖമില്ല. നന്നായി, 2 മക്കൾക്ക് അതിനേക്കാളും സുഖമില്ല. ഏതൊരു കാർട്ടൂൺ കണ്ടിട്ട് നിങ്ങൾ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എൻ്റെ 2 ശരിയായിട്ടാണ്. നിങ്ങൾ ആ ഭാരതത്തിന്റെ തത്വം പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളാണോ കുടുംബസങ്കല്പം പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങളാണോ കാവ്യ എതിർക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരാ, ഇസ്ലാമിക തീവ്രവാദികളെ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് കാവ്യ എതിർക്കാൻ പറ്റുമെങ്കിൽ രാവിലത്തെ ഉദയസൂര്യനുണ്ട്, അറിയോ? ഉദിച്ചുയരുന്ന സൂര്യന്റെ നിറം കാവ്യ. അത് കച്ചവടക്കാൻ വയ്യ. എൻ്റെ ഒന്നും നാട്ടിലിപ്പം മാപ്പിളാറ് ഓറഞ്ച് വാങ്ങുന്നില്ല. കാരണം എന്താ അറിയോ? കളറ് കാവ്യായോട്ട്. ഞാൻ പറഞ്ഞു ബത്തക്ക വാങ്ങി തിന്നടോ. ബത്തക്കൻ്റെ പുറത്ത് പച്ചയും ഉള്ളിൽ ചോപ്പുമല്ലോ, തിന്നു നല്ലോണം. ബത്തക്ക തിന്നും നല്ലോണം. ഓറഞ്ച് എന്താ വിഷമ? എന്താ കാരണം? കളർ ഓറഞ്ചായി പോയാ. സൂര്യനെ തൊടാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇവിടുത്തെ ആറ്റിന്റെ നിറം അഗ്നിയുടെ നിറം കാവ്യാണ്. അഗ്നി സാക്ഷിയായിട്ടാണ് വിവാഹം ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഈ ഭാരതത്തിന്റെ തനിമയെ കച്ചുടക്കാൻ കഴിയില്ല. തിരികെ വരും, അറിയോ? നളന്തയും തക്ഷശിലയും, കാശി, മധുര കൊണ്ടുവരിക. കാശിയിൽ പോയി നോക്കണം, കാശിയിൽ പോയി നോക്കണം. പുനരുദ്ധാരണം കഴിഞ്ഞ് കാശി തിളങ്ങി നിൽക്കുക. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 5 ആളുകൾ പയ്യന്നൂരിൽ വക്കീലന്മാരാ കാശിയിലേക്ക് പോയി ഈ വെക്കേഷനിൽ. ഇപ്പോ അവിടെ സൗകര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനീ ആരുടെയും റോഡും കിടന്നോളണം? സൗകര്യം എന്ത് സൗകര്യം പറയുന്നു? യുപിയിൽ സൗകര്യം ചെയ്തു തരും. വിവേക് നായർ വക്കീലിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. നിലം തൊടിക്കരുത്. നിങ്ങൾ അറിയോ ഒരു അത്ഭുതം? മിനിയാന്ന് വിളിച്ചു, നാളെ എത്തും, തിരിച്ചെത്തും. മിനിയാന്ന് വിളിച്ചപ്പോൾ പറയുന്നു, സാറേ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ സന്തോഷം? അവിടെ എത്തുമ്പോഴേക്ക് വെള്ളയ്ക്ക് നമ്മുടെ സ്വയം സേവകർ നല്ല കാവി ശാല, ഞാൻ അങ്ങനെ പറഞ്ഞു, കണ്ടവാനായിക്കോടാം. ഇവരെ സ്വീകരിച്ച് റൂമിൽ കൊണ്ടുപോയി ഫുഡ് കൊടുത്ത് കാശി കൊണ്ടുപോയി തൊഴുവിച്ചു, അറിയോ? എന്നിട്ട് ഒരുത്തൻ കയ്യിലെടുത്ത് പറയുന്നു, ഞാൻ കാശി തൊഴുതിന്. ഞാൻ പറഞ്ഞു, ഈ പയ്യന്നൂർ വന്ന് പറയണ്ട, നീ സമാജത്തിൽ പോയി. കാശി ഒന്നും കൂടി കാണണം. കൺകുളിർക്കെ കാണും. RSS എന്തിനാണോ കാശി ചോദിച്ചില്ലേ? അതെ. മധുര RSS അതെ. എന്തുകൊണ്ടാണെന്നറിയോ? ജസ്റ്റിസ് KT തോമസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ സുപ്രീം കോടതി ജഡ്ജി കഴിഞ്ഞ തവണ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, RSSനെ പറ്റി എന്താ അഭിപ്രായം? അറിയോ? നിങ്ങൾ ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും, കാണാം. KT തോമസ് ആ ഇന്റർവ്യൂ ചെയ്യുന്നയാളോട് പറഞ്ഞു, എനിക്ക് RSSനെ ഇഷ്ടമാണ്. കാരണം RSS ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ അറബിയിൽ പരീക്ഷ കൊണ്ടുവരുമായിരുന്നു. അറിയോ? ഇവിടെ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോ ഭാരതത്തിന്റെ പട്ടാളക്കാരെ സഹായിച്ചതാരാ? RSS. അറിയോ? പാകിസ്ഥാനികൾ ഇവിടെ വന്ന് നടലാടിയപ്പോ ഡൽഹിയിൽ പ്രതിരോധിച്ചു നിന്നത് RSS. മോർബിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ രക്ഷിച്ചത് RSS. സേവാഭാരതിയിലൂടെ ഈ പ്രളയ സമയത്തും കോവിഡിന്റെ സമയത്തും ഓരോരാൾക്കും കിറ്റ് കൊടുത്തത് ആരാ? RSS. നീ കൊടുത്തിന് കിറ്റ്, LDF കിറ്റ് കൊടുത്തിട്ട് പിന്നെ കുറ്റിയിട്ടു. ഈ കുറ്റിയിടാൻ വേണ്ടിയിട്ടാ കിറ്റ് കൊടുത്തത്. ആലോചിച്ച് നോക്ക്. കിറ്റിന് വേണ്ടി പിരിച്ചു കോടിക്കണക്കിന് ഉറുപ്പ്യ, പ്രളയത്തിന് വേണ്ടി പിരിച്ചു കോടിക്കണക്കിന് ഉറുപ്പ്യ. കണക്കുണ്ടാ? ഇല്ല. 23ാം പാർട്ടി കോൺഗ്രസിന് വേണ്ടി പിരിച്ചു. പോട്ടെ, നാണമില്ല, ഒരു ഉളുപ്പം വേണ്ടേ? 29നും 30നും നടന്ന ഹർത്താലില്ലേ, ബന്ദ്, ഭാരത ബന്ദിന് പിരിച്ചു 50 ഉറുപ്പ്യ. എന്നിട്ട് TP ജയരാജൻ സഖാവ് ഒരു 5 കോടി ഉറുപ്പ്യ കേരളത്തിൽ പിരിച്ചത് എന്തിന്? ബന്ദ് നടത്താൻ. ബന്ദിന് നീ എന്താ ചെയ്തിന്? വീട്ടിൽ കൂടി. ആ 5 കോടി ഉറുപ്പ്യയുടെ കളഞ്ഞ് പാർട്ടി കോൺഗ്രസിനെടുത്തു. സാധാരണക്കാരനെ ഇലനക്കുന്നവന്റെ ചിരി വെക്കാമോ? ബന്ദ് നടത്താൻ പിരിച്ച പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി. എന്നിട്ട് പറയുന്നു എന്തെന്ന്? മതമില്ലേ, ജാതിയില്ലേ? ഇല്ല. ആരാ പറയുന്നു? കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ ഇവിടുന്ന് വെല്ലുവിളിക്കാം, കാഞ്ഞങ്ങാടുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വെല്ലുവിളിക്കാം. എന്താണെന്നറിയോ? നിങ്ങളുടെ SLC ബുക്കിന്റെ ഫ്രണ്ട് പേജ് എടുക്കണം, 1ാം പേജ്. അന്നേരമാണ് കണ്ണൂരിൽ നിന്ന് ഒരു പാർട്ടിക്കാരൻ എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ SLC പോയിക്കാം, പിന്നെ അവൻ്റെ ബുക്ക് ഉണ്ടാവും. അതല്ലേ അവൻ പോവായിരുന്നു.
SLC ബുക്കിന്റെ 1-ാം പേജ് നോക്കിയാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന്റെയും കോൺഗ്രസുകാരന്റെയും 1-ാം പേജ് നോക്കിയാൽ കാണാം മതം ഹിന്ദു, ജാതി എഴുതിയിട്ടുണ്ടാവും. ഈ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ 1-ാം പേജ് വരെ എഴുതിയിട്ടുണ്ടാവും. എന്തെന്ന്? ജാതി, മതം, ഹിന്ദു എഴുതിയിട്ടില്ലേ? എന്നിട്ട് പറയുന്നെന്താ? നമുക്ക് ജാതിയില്ല. എനിക്ക് എപ്പോ ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പരിപാടി നടത്തിയില്ല. ആലോചിച്ച് നോക്കുക. ആരാ ഇവരെ നേതാവ്? EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ജാതിയില്ല, ജാതിയില്ല. എന്തൊരു കഷ്ടായത്. കൃഷ്ണപിള്ള സ്ഥാപക നേതാവാ, ജാതിയില്ല. ഉണ്ടല്ലോ. പേരിന്റെ കൂടെ എഴുതുക. എന്നിട്ട് പറയുന്ന എന്താ? നമുക്ക് ജാതിയില്ല. കണ്ണൂർ പരിപാടി വെച്ചു. ആരാ ഉദ്ഘാടകൻ? സുധീഷ് നമ്പ്യാർ. ജാതി ഉണ്ടാ? ഇല്ല. പിന്നെ നമ്പ്യാർ എന്താ? ജാതിയല്ല. അത് ആത്യന്തികമായി ശങ്കരാടി പറഞ്ഞ പോലെ ഒരു കുത്തൊഴുക്കിൽപ്പെട്ട അടിയൊഴുക്കൾ ശ്രദ്ധിച്ചാൽ നൽകത്ത ഒറ്റ വർത്താനം. ബ്രാഞ്ച് മീറ്റിങ്ങിൽ ഇങ്ങനെ കാണുക. കണ്ടില്ലോ? എൻ്റെ നാട്ടിലുള്ള കുറേ കുട്ടികൾ പറയും, സാറേ ബ്രാഞ്ചിലെല്ലാം പോയാൽ ഒന്നും തിരിയില്ല. എന്താ കാരണം? എന്താ പാർട്ടി കോൺഗ്രസ് എന്നാണ് ക്ലാസ്. പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് പാർട്ടി കോൺഗ്രസ്. പിന്നെ അത് പണ്ടേ ഉള്ള ആഗോള സ്ഥാപനം കൊണ്ട് കണ്ണൂർ സമ്മേളനം നടന്നു. കൈയടിച്ചു. എന്തൊരു പാപ്പരത്ത. ശൈല ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എന്തെന്ന്? എന്നെ വിളിച്ചിട്ട് അമേരിക്ക എന്നൊരു മലയാളി ചോദിച്ചു, തലവേനക്ക് എന്താ ഗുളിക കഴിക്കേണ്ടത്? ഞാൻ എഴുതി കൊടുത്ത് തലവേന മാറി. അപ്പോഴേക്കാ ഈ തലവേന അടിയെത്തി. ഇപ്പൊ അമേരിക്കയിൽ ഇന്നലെയും മിഞ്ഞാന്നിലെ കൊടുങ്കാറ്റാണ്. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്. ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനെന്നല്ലേക്ക്. തിരുവനന്തപുരത്ത് വെച്ച് ഭരണത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രാവിനെ എറിഞ്ഞു. പ്രാവ് തലകുത്തി വീണു. ആദ്യമായിട്ടാണ് പ്രാവിനെ പുറത്തിയപ്പോ പ്രാവ് തലകുത്തി വീണു. ഒരു പയ്യൻ പോയിട്ട് സെൽഫി എടുക്കാൻ നോക്കിയപ്പോ കൈതട്ടി അടിച്ച്. പ്രസ് കോൺഫറൻസിൽ പോയപ്പോ ആളുകളോട് പറഞ്ഞ് കടക്ക് പുറത്ത് പോയി. എല്ലാം പോയി. മാതൃഭൂമി, മനോരമ എല്ലാം പോയി. എന്നിട്ട് നമ്മളോട് പറയാം ഞങ്ങൾ പോക്കാന്ന്. ഞാൻ ഒന്ന് പറയട്ടെ, എന്താ പറയാൻ ആഗ്രഹിക്കുന്നറിയോ? മഹാനായ സുകുമാരൻ എന്ന് പറയുന്ന നടന്റെ മകനുണ്ട്, പൃഥ്വി. അയ്യോ, ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ വന്നു മല്ലികാ സുകുമാരന്റെ അമ്മ ഇന്നലെ എന്താ പറഞ്ഞതെന്നറിയോ? പിള്ളാര ശാഖയിലയച്ച കുറ്റമില്ലാണ്ട് വളരുന്ന മാരാർജിയാന്ന് നമ്മളെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചതും ഈ 2 പിള്ളേരെ നമ്മൾ ശാഖയിലയച്ചതും. ആരാ പറഞ്ഞെന്നറിയോ? മല്ലികാ സുകുമാരൻ എന്ന് പറയുന്ന നടന്റെ ഭാര്യ. 2 പിള്ളേരും പണ്ട് ശാഖയിൽ പോയി. ശാഖയെ പോക്ക് നിർത്തിയോടുകൂടി തല വളഞ്ഞു. ഭാര്യയും കുന്നന്റെ രൂപം കെട്ടാൻ തീരുമാനിച്ചു പൃഥ്വി എന്ന് പറയുന്ന നടൻ. ഇവിടുത്തെ ഹിന്ദു പറഞ്ഞു അരുത് എന്ന് പറഞ്ഞു. നടന്നില്ല, നടക്കില്ല. ഈ ദേശീയതക്കെതിരെയുള്ള ഒന്നും ഇവിടെ നിൽക്കില്ല. ഞാൻ ഒന്ന് ചോദിച്ചു നിർത്താം. ഇപ്പൊ പറയുന്നു ടിപ്പു സുൽത്താന് വലിയ പ്രതിമ സ്ഥാപിക്കും പോലും. ആര്? SDP. വളരെ നന്നായി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ടിപ്പു എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പേരിടുവാണ്? പേരിടും. ആർക്കാന്ന് ഞാൻ എന്നെ കൊണ്ട് പറയിക്കണ്ട. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇസ്ലാം ഭവനത്തില് തന്റെ കുഞ്ഞിന് ടിപ്പു എന്ന് പേരിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? ടിപ്പു അക്രമിയായിരുന്നു എന്ന് ഇസ്ലാം മതത്തിലെ ആളുകൾക്ക് തന്നെ അറിയാം. എന്നിട്ടാ നിങ്ങൾ പ്രതിമ ഉണ്ടാക്കാൻ പോകുന്നത്? എന്നിട്ടാ നിങ്ങൾ പ്രതിമ വെക്കാൻ പോകുന്നത്? സ്വയം ചിന്തിക്ക്. ആവേശത്തിന് എടുത്തുകയാറല്ല, ആലോചിക്ക്. ഒരുപാട് ആഗ്രഹങ്ങൾ ഭാരതാംബയുടെ മക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം മോഡിജിയോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഭയങ്കര ചൊറയാന്നല്ലോ, നിങ്ങൾ ഭയങ്കര ക്രൂരനാന്നല്ലോ. അന്നേരം പറഞ്ഞു, ഞാൻ ക്രൂരനൊന്നുമല്ല, ഞാൻ ബാക്കിൽ തന്നെ 2 മുട്ടകൾ വരുന്നുണ്ട്. നിങ്ങൾ ആഫീസ് പൂട്ടിച്ചാളി. കേട്ടിനാ? അമിത്ഷാ, യോഗിജി ഇങ്ങനെയെല്ലാം വരാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ സമാധാനമായ ഒടുക്കത്തോടെ നിന്നാ നല്ലത്. വരാൻ പോകുന്നതെല്ലാം ബമ്പം പ്രശ്നം. കുട്ടികൾ ഡൽഹിയിൽ നിന്ന് മോഡിജിയോട് സംവാദത്തെ ചോദിച്ച ഒരു കുട്ടി എണീറ്റിട്ട് ചോദിച്ചാൽ എന്താണെന്നറിയോ? ഞാൻ ഒരു ചായക്കടക്കാരന്റെ മോന സാർ, എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ? അന്നേരം പറഞ്ഞു, വൈ നോട്ട്? എന്തുകൊണ്ടാവാൻ പറ്റില്ല? നീ ശ്രമിച്ചോ. പക്ഷേ 2080 ശേഷം ശ്രമിച്ചാൽ മതി. അത്ര വരെ BJP തന്നെയായിരിക്കും, ഞാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി എന്നാണ്. മനസ്സിലായില്ലേ? ഇവിടെ തകരാൻ പോകുന്നില്ല. ആസാം പുതിയ വാർത്ത കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാരും കേൾക്കണം, കോൺഗ്രസ്സുകാരും കേൾക്കണം. ഓടിപ്പോല്ല.
ആസാമില് ഗുഹാവതി എന്ന കോർപ്പറേഷൻ ഉണ്ട്. ഗുഹാവതി ആ കോർപ്പറേഷനിൽ കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുപ്പ് നടന്നു. 60 സീറ്റിലേക്കാ തെരഞ്ഞെടുപ്പ്. BJP ജയിച്ചത് 58. 60-ൽ 58 സീറ്റ് BJPക്ക്. കോൺഗ്രസിന് ആനമുട്ട 0. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആടിയില്ല. അതേഴ്സ് സ്വതന്ത്രന്മാരുണ്ട്. ആര്? 2. BJP തൂത്തുവാരി ഗുഹാവതിയിൽ, ആസാമിൽ. ഇവിടെ എന്താ പ്രസംഗിച്ചത്? ആസാമിൽ ദേശീയ പൗരത്വ നിയമം നടപ്പാക്കിയാൽ സൂക്കേട് മാറ്റിക്കളയും. ആരാ പറയുന്നത്? കൊടിയേരി ബാലകൃഷ്ണൻ.